ആമി, മോളെ, മോൾ കളിച്ചത് മതി. നമുക്കിന്ന് നേഴ്സറിയിൽ പോകണ്ടേ? എൻ്റെ അമ്മി, നേഴ്സറിയിൽ പോണ്ട. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കരിയൊക്കെ എഴുതി സുന്ദരി കുട്ടിയായിട്ട് നേഴ്സറിയിൽ പോകണ്ടേ? വന്നേ. മോളെ ആമി, വന്നേ, നമുക്ക് റെഡി ആവാം. മോളെ ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് മുടി ചെയ്യണ്ടേ? നമുക്കിനി സ്ലൈഡ് വെക്കാട്ടോ. നമുക്കിനി പൗഡർ ഇട്ടാലോ? മോളിനി ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് കണ്ണെഴുതാം. മോളിപ്പോ സുന്ദരിയായല്ലോ. നമുക്കിനി സ്കൂളിൽ പോവാം. വാ, പാവാങ്ങ വെക്ക്. വാ, നമുക്കിനി ഷോൾ ഇടാട്ടോ. ഉമ്മ ഇനി റെഡി ആയിട്ട് വരാവേ. ആമി, മോൾ ടീച്ചറുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് മോളെ. ടീച്ചർ ഒരു സാധനം തരാമേ. ടീച്ചർ മോൾക്കൊരു ബലൂൺ തരട്ടെ. മോൾക്ക് മിഠായി ഇഷ്ടമാണോ? നമുക്ക് ക്ലാസ്സിൽ പോവാം. വാ വാ മോളെ, ഉമ്മാരുടെ അടുത്ത് ടാറ്റ പറഞ്ഞേ. നമുക്ക് പോവാം. ടാറ്റ പറ. മക്കളെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ന്യൂ ഫ്രണ്ട് ആമി. മോളെ സീറ്റിലിരുന്നോ. ബാഗ് ഇങ്ങ് തന്നേക്ക്, ടീച്ചർ വെച്ചിരിക്കാമേ. നിന്റെ പേരെന്താ? ആമി. നിന്റെ പേരെന്താ? എൻ്റെ പേര് ഹയ. അങ്ങനെ അവരൊറ്റ ചങ്ങാതിമാരായി. പുറത്ത് നല്ല മഴയാണല്ലോ. ആ, കുട കൊണ്ടുവന്നത് നന്നായി. ഞാൻ മോളെ വിളിക്കാം. ആമി, നമുക്ക് വീട്ടിൽ പോവാം. ടീച്ചറിന് ടാറ്റ പറഞ്ഞേ. ടാറ്റ. ആമി, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്കുന്നീ. ആമി, ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ആ, കൂട്ടുകാരൊക്കെ കിട്ടി. ആമി, മോളെ ആമി, നീ എവിടെയാ? ആമി, ആ, ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയോ?
നിനക്ക് സ്കൂളിലൊന്നും പോണ്ടേ? വന്നേ വാ. സ്കൂളിൽ പോകുന്നില്ലേ നീ? വാ ആമി. ഇല്ല ഉമ്മി, എനിക്ക് കളിച്ച് മതിയായില്ല. ഞാൻ നാളെ സ്കൂളിൽ പോവാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വന്നേ, ഇന്ന് സ്കൂളിൽ പോയേ പറ്റൂ. വാ. ഇല്ല ഉമ്മി, ഞാൻ കളിച്ച് തീർന്നില്ല. ഞാൻ കളിക്കട്ടെ ഉമ്മി. ആമി മോളെ ആമി, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. എൻ്റെ ഏക പ്രതീക്ഷയാണ് മോളെ നീ. നീ പഠിച്ച് വലിയ നിലയിലെത്തണം. അതാണ് നിൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അറിയോ? കരയണ്ട ഉമ്മി, ഞാൻ പോകാം. ഞാൻ നല്ലോരെ പഠിക്കാം. നല്ല കുട്ടിയാ എൻ്റെ മോള്. ഉമ്മ. ഉം. മോള് ക്ലാസ്സിലോട്ട് കയറിക്കോ. ടാറ്റാ. ആമി, ആമി, നീ എന്താ വിഷമിച്ചിരിക്കുന്ന എവിടെ? എനിക്ക് പഠിക്കണ്ട. എനിക്ക് വീട്ടിൽ പോയാ മതി. ഐ, ഇവിടെ നല്ല രസമല്ലേ. Good morning, my dear students. അതെന്താ ഒരാൾ മാത്രം എഴുന്നേൽക്കാത്തേ? ബാക്കിയുള്ളവരൊക്കെ ഇരുന്നേ. ഹയ, ആമിക്ക് എന്തു പറ്റി? മാം, ആമിക്ക് വീട്ടിൽ പോണമെന്നാ പറയുന്നത്. അവൾക്ക് ഇവിടെ ഇരിക്കണ്ട, പഠിക്കണ്ട. അവൾക്ക് അവളുടെ ഉമ്മിയെ കാണണമെന്നാ അവള് പറയുന്നത്. മോളിരുന്നു. ആമി, ആമി, ഇങ്ങോട്ട് നോക്കിയേ. എന്താ ഇത്ര വിഷമം? എനിക്ക് പഠിക്കണ്ട. എനിക്ക് വീട്ടിൽ പോയാ മതി. അങ്ങനെ പറയല്ലേ ആമി. ഇങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ. മോൾ എന്തിനാ വീട്ടിൽ പോകണമെന്ന് പറയുന്നേ? ഇവിടെ ഇത്രയും ഫ്രണ്ട്സൊക്കെ ഇല്ലേ? വിഷമിക്കണ്ട കേട്ടോ. പോട്ടെ, മോളിവിടെ ഇരുന്നു. പതിയെ പതിയെ ആമി ആ സ്കൂളുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അവളവിടെ സന്തോഷത്തോടെ പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു. പഠിച്ചും കളിച്ചുമൊക്കെ കുറേ വർഷങ്ങൾ കടന്നുപോയി. ആമി ഹൈസ്കൂളിലെത്തി. ഒരു ദിവസം അവൾ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കെ ആമി, നീ റെഡിയായില്ലേ? നിന്റെ സമീറാത്താടെ കല്യാണമല്ലേ? നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല ഉമ്മി, എനിക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. പിന്നെ പഠിക്കാൻ നീ വന്നേ വാ. ഈ ഉമ്മീൻ്റെ ഒരു കാര്യം.
ആ നീ റെഡിയായോ? കൊള്ളാമോ ഉമ്മ? പിന്നെ കൊള്ളാലോ. അപ്പം നമുക്ക് പോവാം. ഉമ്മി, എന്ത് ഭംഗിയല്ലേ ആ ഇത്തേ കാണാൻ. ആ എൻ്റെ മോള് സുന്ദരിയാണല്ലോ. ആ ഉമ്മ, പിന്നില്ലേ സ്കൂൾ ആനുവൽ ഡേക്ക് എൻ്റെ ഡാൻസ് കാണാൻ ഉമ്മ വരില്ലേ? വരാതെ പിന്നെ? ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും വരും. ഏറ്റവും മുന്നിലിരുന്ന് തന്നെ എൻ്റെ മോളുടെ പരിപാടി ഉമ്മയ്ക്ക് കാണണം. ആ ഉമ്മി, നമ്മുടെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യുന്ന ആരെന്ന് ഉമ്മയ്ക്ക് അറിയോ? സരിഗമപ്പ വിന്നർ ജാസിൻ ജമാൽ സാറാണ്. ഓ അദ്ദേഹമാണോ? അദ്ദേഹത്തിനെ അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഉമ്മ 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 കണ്ണോർക്കുമ്മ. ഉമ്മ ഉമ്മ കണ്ണോർക്കുമ്മ. ഉമ്മയ്ക്കൊട്ടും വയ്യ മോളെ. ആകെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ പോയാ എൻ്റെ മോക്ക് ആരുണ്ട്? പടച്ചോനെ, എൻ്റെ മോളെ നീ കാത്തോളണ റബ്ബേ. വെള്ളം വെള്ളം. ഇതാ അമ്മ, ഉമ്മ വെള്ളം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മ 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 കണ്ണോർക്കുമ്മ. ഉമ്മ 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 പോയിനി ആരുണ്ട് ഉമ്മ? ഉമ്മ ഉമ്മ എന്നെ വിട്ട് പോവല്ലേ ഉമ്മ? ഉമ്മ 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 പോവല്ലേ ഉമ്മ? ഉമ്മ കണ്ണോർക്കുമ്മ. ഉമ്മ പോവല്ലേ ഉമ്മ? ഉമ്മ ഉമ്മ ഉമ്മ. കരയല്ലേ മോളെ, സമാധാനപ്പെട്. പടച്ചോൻ്റെ വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. മോളെ പോയത് പോയി, ഇനി കരഞ്ഞിട്ട് കാര്യമുണ്ടോ? വിഷമിക്കല്ലേ മോളെ. ഇനി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാനല്ലാതെ നമ്മളെ കൊണ്ട് എന്തിനാ കഴിയുന്നത്? എണീക്കും മോളെ, എണീക്കും. മോളെ ആമി, എത്ര നാൾ നീ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയും? വാ മോളെ, നമുക്ക് പോകാം. ഇല്ല മാമി, ഉമ്മായുടെ ഈ മണമുള്ള വീട് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. അങ്ങനെ പറയല്ലേ മോളെ. എൻ്റെ കൂടെ കൂട്ടാമെന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോയാലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. മാമി സമാധാനമായി പൊയ്ക്കോ. എനിക്ക് കാവലായി എന്നും എൻ്റെ ഉമ്മ കൂടെ ഉണ്ടാകും. അതൊക്കെ ശരി തന്നെ. എന്തായാലും നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കാനും പറ്റില്ല. കാലം അത്ര നല്ലതൊന്നുമല്ല മോളെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നിങ്ങളാണോ ഇപ്പോൾ വിളിച്ചത്? അതെ, ഞാൻ എൻ്റെ മോളെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവളെ നന്നായി നോക്കണേ. അതിനെന്താ, ഇവളെ ഞാൻ നോക്കിക്കോളാം. സമാധാനമായിട്ട് പൊക്കോ. അസ്സലാമു അലൈക്കും മോളെ. വലൈക്കും അസ്സലാം. മോളെ ഐസ, ബാ. മാമി എന്നെ വിളിച്ചോ? ദേ ഇവളെ കൂട്ടിക്കൊണ്ടേ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. വാ. ഇതാണ് നമ്മുടെ റൂം. വാ, നമുക്കിവിടെ ഇരിക്കാം.
നിന്റെ പേരെന്താ? ആമി. എവിടുന്നാ വരുന്നത്? കുറച്ച് ദൂരേന്നാ. നിന്റെ പേരെന്താ? ഐസ. വീടെവിടാ? ഇവിടെ അടുത്താ. എനിക്ക് ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന ഉമ്മായും പോയി. എനിക്കിപ്പോൾ ആരുമില്ല. നീ കരയണ്ട, നിനക്ക് ഞങ്ങളെല്ലാവരും ഇല്ലേ, കരയണ്ട. ആമി, ആമി, ഇവിടെ എവിടെ പോയിരിക്കുന്ന ആമി? ആ ഐസ, നിന്നെ കുറിച്ച് ഞാൻ ഓർത്തതേ ഉള്ളൂ. നീ ആ ചെയർ നീക്കിയിട്ടൊന്നിരുന്നേ. നീ ഈ ബുക്കിലേക്കൊന്ന് നോക്കി. ഫലസ്തീൻ എന്ന നാടിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. നീ എന്തായാലും ഈ ബുക്കൊന്ന് വായിക്കണം. നോക്കിക്കേ.